ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. നമ്മുടെ ഹൗസ് ബോട്ട് ഇങ്ങനെ ആലപ്പുഴയിലെ കായലിന് മുകളിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഈ ശാന്തമായ കായലല്ല യഥാർത്ഥത്തിലുള്ള പുന്നമടക്കായൽ. ഈ വിളിക്കുന്ന പുന്നമടക്കായൽ ഒന്ന് കാണിക്കാൻ ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എയറിന്റെ പുന്നമടക്കായലിൽ നിന്ന് നമ്മൾ യഥാർത്ഥ പുന്നമടക്കായലിലേക്ക് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, റിപ്പോർട്ടറിന്റെ ക്യാമറ കണ്ണുകളിലൂടെ വിവിധ ആംഗിളുകളിലുള്ള വിവിധ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ സമ്മാനിക്കും. ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതും ചെറുവള്ളങ്ങളാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ഇരുളൻ വള്ളങ്ങളാണ് എന്നുള്ളതാണ്. നമുക്ക് ചോദിക്കാം. റിക്സൺ അവിടെയുണ്ട്. റിക്സൺ, ഇപ്പോൾ നടക്കുന്നത് ഏത് മത്സരമാണ്? അതിനുശേഷം ഇനിയിപ്പോൾ ലൂസേഴ്സ് ഫൈനൽ ആണോ അടുത്തതായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നടക്കാൻ പോകുന്നത്? വെപ്പുവള്ളങ്ങളാണ്. പ്രമോദ് വെളിയനാൾ അവിടെയുണ്ട്, റിക്സൺ അവിടെയുണ്ട്. വെപ്പുവള്ളങ്ങളാണ്. ഒരിക്കൽ കൂടി പറയാം, വെപ്പുവള്ളങ്ങൾ, വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ്. ചുണ്ടൻ വള്ളങ്ങളെ വെല്ലുന്ന മത്സരമാണ് വെപ്പ് എ ഗ്രേഡിൽ നടക്കുന്നത്. ജയ്ഷോട്ട് ഉണ്ട്, നെപ്പോളിയൻ ഉണ്ട്. ആവേശത്തിന്റെ പോരാട്ടമാണ് നടക്കുന്നത്. ഇതാണ് മത്സരം. ചുണ്ടൻ വള്ളങ്ങളെ മാറ്റി നിർത്തുന്ന, ചുണ്ടൻ വള്ളങ്ങളെ വെല്ലുന്ന മത്സരമാണ് വെപ്പ് വള്ളങ്ങളിൽ മത്സരിക്കുന്നത്. ആവേശത്തിന്റെ പോരാട്ടമാണ് നടക്കുന്നത്. 4 കളിവള്ളങ്ങൾ, 4 ജലരാജാക്കന്മാർ. നെപ്പോളിയൻ ഉണ്ട്, ജയ്ഷോട്ട് ഉണ്ട്. ആര് ജയിക്കും? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ആശാപ്പുളിക്കകളമുണ്ട്, അമ്പലക്കടവനുണ്ട്. ആവേശത്തിന്റെ തീവാറുന്ന പോരാട്ടം. നെഹ്റു ട്രോഫിയില് ഫൈനലിലെ വെല്ലുന്ന പോരാട്ടമാണ് വെപ്പുവള്ളങ്ങളുടെ മത്സരം. അവിടുത്തെ കമന്ററി കൂടി നമുക്കൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെപ്പുവള്ളങ്ങളിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് ഈ കമന്ററിയിലൂടെ കേൾക്കൂ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് 1, 3, 4 ട്രാക്കുകളിലെ വള്ളങ്ങളാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. Generations have changed, but Punnamada remembers. Punnamada always remembers. And then ഫാൻസിനെ കുറിച്ച് പറയാതെ ഒരു നെഹ്റു ട്രോഫിയും സമ്പൂർണ്ണമാകില്ല. There are the fans. Oh, the fans. If you think the battle exists only between those lane markers, look at the banks. They have come armed with flags, armed with colors, armed with chants, and armed with the unshakable conviction that everybody else's boat is racing for second place only. They will scream, they will sing, they will pray, they will calculate every stroke. And when their Chundan launches its final attack, they will roar from the shore. The oarsmen create the splash, the singers create the rhythm, the fans create the earthquake. And if Punnamada begins to shake today, പുന്നമടക്കായലിൽ തീപിടിപ്പിച്ചുകൊണ്ട് വെപ്പുവള്ളങ്ങളുടെ ഫൈനലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദാമോദരൻ വിശദീകരിക്കുന്നത് ആരാധകരെ കുറിച്ചാണ്. അതെ, ഫാൻസുകൾ അവർ പാടും, അവർ പ്രാർത്ഥിക്കും, അവർ ആ സമയത്ത് വലിയ ഉച്ചത്തിൽ നിലവിളിക്കും. അവരുടെ ടീമുകൾ വരുന്നത് കണ്ട് ഉന്മാദ അവസ്ഥയിലേക്ക് അവർ പോകും. പാറിക്കൊണ്ടുള്ള പോരാട്ടം, ആവേശത്തിന്റെ മണിമുത്തുകൾ വാരി വിതറിക്കൊണ്ട് ജയ്ഷോട്ട് കുതിക്കുന്നു. ഇല്ല, നെപ്പോളിയൻ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. നെപ്പോളിയൻ ചരിത്രം എഴുതാൻ പോകുന്നു, വിട്ടുകൊടുക്കുന്നില്ല. ജെയ്സി ബോട്ടമിന്റെ ജയ്ഷോട്ട് ആവേശത്തിന്റെ കൊടിമഴ, ആവേശത്തിന്റെ പൂരം തീർക്കുകയാണ്. നെപ്പോളിയനും ജയ്ഷോട്ടും ആരാണ് മുന്നിൽ? വിട്ടുകൊടുക്കുന്നില്ല. NTBC മുന്നോട്ട് കയറുന്നു. ഇല്ല, 26 നമ്പർ വള്ളം നെപ്പോളിയൻ മുൻപോട്ട് കയറുന്നു. തുഴഞ്ഞു കയറുന്ന ചെറുവള്ളങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുന്നിൽ നിന്നവനെ തുഴഞ്ഞു പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഓളക്കയിൽ പാഞ്ഞു കയറുന്ന ചെറുവള്ളങ്ങളുടെ ആവേശപ്പോരാണ് നമുക്ക് പുന്നമടയിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 4ാമത്തെ ട്രാക്കിലും 3ാമത്തെ ട്രാക്കിലുമായിട്ടാണ് വെപ്പുവള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിലെ താരങ്ങൾ കുതിച്ചുപായുന്നത്. നെപ്പോളിയനാണ് മുൻപിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. 4ാമത്തെ ട്രാക്കിലൂടെ കുതിച്ചുപായുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജയ്ഷോട്ടും നെപ്പോളിയനും തമ്മിലുള്ള പോരാട്ടം. ഓക്കെ, ആവേശോജ്വലമായ വെപ്പുവള്ളങ്ങളുടെ പോരാട്ടമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചുണ്ടൻ വള്ളങ്ങൾക്ക് സമാനമായ വേഗതയിൽ തന്നെ കുതിച്ചുപായാൻ ശേഷിയുള്ളവയാണ് ഒരു കാലത്ത് ചുണ്ടൻ വള്ളങ്ങളെ അനുഗമിച്ചിരുന്ന വെപ്പുവള്ളങ്ങൾ. ആ വെപ്പുവള്ളങ്ങളുടെ എ ഗ്രേഡ് മത്സരമാണ്, അതിന്റെ ഫൈനൽ മത്സരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ പുന്നമടക്കായലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുന്നമടക്കായലിലെ മനോഹരമായ ജലവിധാനത്തിലൂടെ
കുതിച്ചു പായുന്ന വെപ്പുവള്ളങ്ങളെ കാണാം. ഇനിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലും നടക്കാൻ പോകുന്നത്. ആരുയർത്തും ഇക്കുറി പുന്നമടയുടെ കിരീടം എന്നുള്ളതാണ് ചോദ്യം. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 5 മടങ്ങിലധികമാണ് ഒന്നാം സമ്മാന തുക. 25 ലക്ഷം രൂപ ആരാണ് സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓരോ കരകൾക്കും അത് പുന്നമടയ്ക്കാണെങ്കിലും പള്ളാത്തുരുത്തിക്കാണെങ്കിലും കൈനഗരിക്കാണെങ്കിലും ഇക്കുറി ഫൈനൽ മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 ദേശക്കാരുടെയും ചുണ്ടൻ വള്ളങ്ങൾ ക്ലബ്ബുകളും മത്സരത്തിനിറങ്ങുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ കൊല്ലത്തുനിന്ന് വന്ന അരോമയുടെ ക്ലബും ഇക്കുറി മത്സരത്തിനിറങ്ങുന്നു എന്നതാണ്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെ ചരിത്രം, മാസങ്ങൾ കൈമെയ് മറന്നുള്ള അധ്വാനം, അതെല്ലാം അതിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ചകളാണ് നമുക്ക് നെപ്പോളിയൻ ചരിത്രം എഴുതുന്നു. പുന്നമടയിൽ ആദ്യ കിരീടം നെപ്പോളിയന്. നെപ്പോളിയൻ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ആരവം നമുക്ക് കേൾക്കാൻ കഴിയും. പ്രേക്ഷകരെ, നെപ്പോളിയന്റെ ചരിത്രം പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ. എൽബയിൽ നിന്ന് സെന്റ് എൽബയിൽ നിന്ന് നീന്തിയെത്തിയ നെപ്പോളിയന്റെ ചരിത്രമുണ്ട്. ഓരോ വള്ളത്തിലും ഈ നെപ്പോളിയന്റെ പോലെയുള്ള എത്രയോ പടയാളികളുണ്ട്. പക്ഷേ നെപ്പോളിയൻ എന്ന് പേരിട്ടിരിക്കുന്ന വെപ്പുവള്ളം ഇതാ ഫൈനൽ മത്സരത്തിൽ കിരീടം ചൂടിയിരിക്കുന്നു. വെപ്പുവള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ നെപ്പോളിയൻ അങ്ങനെ തുഴയെറിഞ്ഞ് ഒന്നാമതെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ലൈനപ്പ് ചെയ്ത് നിൽക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ലൈനപ്പ് പ്രേക്ഷകർക്ക് കാണാം. ആദ്യം സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ, പിന്നീട് ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം നമ്മൾ കാത്തിരിക്കുന്ന നെഹ്റു ട്രോഫി ആർക്ക എന്ന കാത്തിരിപ്പ്, റിയൽ ഫൈനൽ.